അത്ഭുതങ്ങളുടെ ഒരു നിലവറ, ഭൂമിയിലെ ഏറ്റവും തണുപ്പേറിയ വിജനമായ ഭൂഖണ്ഡം. അന്റാർട്ടിക്കയെ അങ്ങനെ വിശേഷിപ്പിക്കാം. ചെറുതും വലുതുമായ നിരവധി നിഗൂഢതകൾ ഇവിടെ മറഞ്ഞിരിപ്പുണ്ട്. ഇപ്പോഴിതാ മറ്റൊരു ചോദ്യത്തിന് കൂടി ഉത്തരം. 54 കിലോമീറ്ററോളം നീളത്തിൽ തൂവെള്ളയായി പരന്നുകിടക്കുന്ന അന്റാർട്ടിക്കയിലെ ടെയ്ലർ ഹിമാനിയുടെ നെറുകയിൽ നിന്നൊഴുകുന്ന ചുവപ്പ് നിറത്തിലുള്ള വെള്ളത്തിന് കാരണമെന്ത്? 100 വർഷത്തിലേറെയായി ശാസ്ത്രലോകത്തെ അമ്പരപ്പിച്ചു പോകുന്ന ഒരു പ്രകൃതി പ്രതിഭാസമാണ് രക്തവെള്ളച്ചാട്ടം. വെളുത്ത മഞ്ഞിനിടയിലൂടെ കടും ചുവപ്പ് നിറത്തിൽ ഒഴുകിയിറങ്ങുന്ന ഈ നീരൊഴുക്കിന്റെ നിഗൂഢതകൾ ശാസ്ത്രത്തിന് മുന്നിൽ വഴിമാറിയിരിക്കുകയാണ്. അന്റാർട്ടിക്കയിലെ മക്മുർഡോ ഡ്രൈ വാലികളിലെ ടെയ്ലർ ഗ്ലേസിയറിൽ നിന്ന് ബോണി തടാകത്തിലേക്ക് ഒഴുകുന്ന ഈ കടും ചുവപ്പ് വെള്ളച്ചാട്ടം ആദ്യമായി കാണുന്ന ഏതൊരാളിലും ഒരേ സമയം ഭയവും അത്ഭുതവും ജനിപ്പിക്കും. ഈ പ്രതിഭാസത്തിന് പിന്നിലെ ശാസ്ത്രീയ സത്യങ്ങൾ വർഷങ്ങൾ നീണ്ട ഗവേഷണങ്ങൾക്കൊടുവിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഹിമാനിയുടെ ആഴങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇരുമ്പിന്റെ അംശം അത്യധികമായി അടങ്ങിയ ഉപ്പുവെള്ളമാണ് ഈ ചുവപ്പ് നിറത്തിന് കാരണം. ഹിമാനിയുടെ ഭീകരമായ ചലനങ്ങളും ഭാരവും കാരണമുണ്ടാകുന്ന വൻ സമ്മർദ്ദം ഈ മഞ്ഞുവെള്ളത്തെ മഞ്ഞിനുള്ളിലെ രഹസ്യ ചാനലുകളിലൂടെ മുകളിലേക്ക് തള്ളിവിടുന്നു. ഈ ഇരുമ്പടങ്ങിയ ജലം അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ഓക്സീകരണ പ്രക്രിയ നടക്കുന്നു. നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന ഇരുമ്പ് തുരുമ്പെടുക്കുന്ന അതേ പ്രക്രിയയാണിത്. ഈ ഓക്സീകരണമാണ് വെള്ളത്തിന് കടും ചുവപ്പ് നിറം നൽകുന്നത്. 2017 അലാസ്ക ഫെയർബാങ്ക് സർവകലാശാലയിലെ ഒരു സംഘം ഗവേഷകർ നടത്തിയ റഡാർ ഇമേജിംഗ് പരീക്ഷണങ്ങളാണ് ഈ പഠനത്തിൽ നിർണായക വഴിത്തിരിവായത്. പുറത്തേക്കൊഴുകുന്നതിന് മുൻപ് ഈ ഉപ്പുവെള്ളം മഞ്ഞിനുള്ളിലെ ഏകദേശം 300 മീറ്ററിലധികം നീളമുള്ള ഒളിഞ്ഞിരിക്കുന്ന പാതകളിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് ഈ സംഘം കണ്ടെത്തി. അന്റാർട്ടിക്കയിലെ കഠിനമായ തണുപ്പിലും ഈ ദ്രാവകം എങ്ങനെയാണ് കട്ട പിടിക്കാതെ ഒഴുകുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും ഈ കണ്ടെത്തലിലൂടെ ലഭ്യമായി. ഈ വെള്ളച്ചാട്ടം മരവിക്കാത്തതിന് പിന്നിലെ രഹസ്യം അതിന്റെ രാസഘടനയാണ്. ഈ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണങ്ങളുടെ അളവ് സാധാരണ കടൽ വെള്ളത്തേക്കാൾ വളരെ കൂടുതലാണ്. ലവണാംശം കൂടുമ്പോൾ ജലത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് 0 ഡിഗ്രിയിൽ നിന്നും വളരെ താഴേക്ക് പോകുന്നു. ഈ ഉപ്പുവെള്ളം മരവിക്കാൻ ശ്രമിക്കുമ്പോൾ പുറത്തുവിടുന്ന നേരിയ തോതിലുള്ള താപവും ഹിമാനിയുടെ ചലനവും മൂലമുണ്ടാകുന്ന ഘർഷണവും ഒത്തുചേരുമ്പോൾ ഭൂമിയിലെ ഏറ്റവും തണുപ്പേറിയ ഈ പ്രദേശത്തും വെള്ളം ദ്രാവകാവസ്ഥയിൽ തന്നെ നിലകൊള്ളുന്നു.